കുറെ സർക്കിളുകളുണ്ട്. ഒന്ന് ഫാമിലി സെക്ടറാണ്, പിന്നെ ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫഷണൽ സ്പേസ് എന്ന് പറയുന്ന സാധനം, ജോലി സ്ഥലം, നമ്മുടെ ഓഫീസ് കാര്യങ്ങളൊക്കെ. പിന്നെ ബിസിനസ് ഫേം, ഇപ്പൊ ഏതൊരു സംവിധാനമാണെങ്കിൽ അതിന്റെ ഓണർഷിപ്പിലുള്ള ആളുകൾക്കിടയിലുള്ള സാധനം. പിന്നെ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ, പിന്നെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, അതിൽ പൊളിറ്റിക്സും സംഘടനകളൊക്കെ വരും. ഈ ഏത് ഏരിയയിലായാലും അവിടെ ഒരാളെ ഹാപ്പി ആവണത് എപ്പോഴാണെന്ന് അറിയാം. ഇപ്പൊ ഞാനൊരു മദ്രസ അധ്യാപകനുണ്ട്, മൂപ്പരെ സാലറിയുടെ 4 ഇരട്ടി സാലറിയിൽ ഒരു ജോബിലാക്കി. 2 മാസം കൊണ്ട് മൂപ്പര് നടക്കൂലപ്പ എന്നൊക്കെ തിരിച്ചു പോകും. ഇതിന് കാരണം എന്താ വെച്ചാൽ മൂപ്പർക്ക് അവിടെ സമാധാനം കിട്ടുന്നില്ല. അപ്പൊ ഞാനിതിനെ ഓരോ ക്യാരക്ടറിന് എനിയാഗ്രാമിൽ 9 ക്യാരക്ടർ ബേസ് ചെയ്തിട്ട് ഒരു ജോലി സ്പേസിൽ അയാൾക്ക് എന്താ കിട്ടട്ടെ, അല്ലെങ്കിൽ അയാളെ എങ്ങനെയാണ് നമ്മൾ ഹാപ്പി ആക്കേണ്ടതെന്നുള്ള കാര്യം പറയാം. ചില ആളുകള് ഫിനാൻഷ്യൽ പ്രോഫിറ്റ് ഒക്കെ അയാളെ ബേസ്, പൈസ ഉണ്ടെങ്കിൽ അയാൾ വേറെ ഒന്നും വേണ്ട. അയാളുടെ മോട്ടിവേഷൻ അതാണ്, പൈസ ഉണ്ടോ ഇല്ല എന്നുള്ളത്, വേറെ ഒന്നും അയാൾ നോക്കൂല. അപ്പൊ എത്ര ത്യാഗം സഹിക്കാൻ മൂപ്പര് റെഡിയാവും, അതിൽ കോംപ്രമൈസ് ഉണ്ടാവില്ല. അങ്ങനെ ആൾക്കാർ, അത് 3 തരം ക്യാരക്ടറിന്റെ ഒരു സ്വഭാവമാണ്. അച്ചീവർ മൈൻഡ് ഉള്ള ആളുകൾക്ക് അങ്ങനെ ഒരു സാധനം. ക്യാഷാണ് അവർക്ക് ഏറ്റവും വേണ്ടത്, ക്യാഷാണ് വേണ്ടത്. ഫെയിം പൊസിഷൻ ഒന്നും അവർക്ക് വേണ്ട, ഒരു വിഷയമല്ല. അവർക്ക് പ്രോഫിറ്റ് ഉണ്ടോ എന്നുള്ളത്, ഫിനാൻഷ്യൽ പ്രോഫിറ്റ്, അതായിരിക്കും മെയിൻ ആയിട്ട് അവർ ഫോക്കസ് ചെയ്യും. അതിന് താഴെ പ്രയോറിറ്റി ഒക്കെ ഉണ്ടാവാം. ആ പ്രയോറിറ്റീസ് നഷ്ടപ്പെടുമ്പോ അയാള്, പക്ഷെ മെയിൻ പ്രയോറിറ്റി അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾ പിടിച്ചു തൂങ്ങി നിൽക്കും. അടുത്ത സംഘടന കഴിഞ്ഞാല് പിന്നെ ചില ആളുകൾക്ക് വേണ്ട എന്താ വെച്ചാൽ അവിടെ ഒരു സ്പേസ് വേണം. അയാൾ അംഗീകരിക്കണം, അയാളൊരു പ്രസക്തനായിരിക്കണം, അയാൾക്ക് അവിടെ ഒരു അംഗീകാരം കിട്ടണം, അയാൾക്ക് എന്തോ റോൾ ഉണ്ടെന്ന് അയാൾക്ക് ഫീൽ ചെയ്യണം. അയാൾക്ക് അവിടെ സ്പേസ് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ അയാൾക്ക് എത്ര പ്രോഫിറ്റ് കിട്ടിയിട്ടും അയാളെ എല്ലാം അവിടെ നിന്ന് കിറ്റാവും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ, ഓണർഷിപ്പിലുള്ള ആളുകളും ബിസിനസ് ഫേമിലുള്ള ലീഡേഴ്സ് ശ്രദ്ധിക്കേണ്ട എന്താ, അത്തരം ആളുകൾക്ക് സ്പേസ് കൊടുത്താൽ മതി. അവൻ മരിച്ച് പണിയെടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി പണിയക്കാരൻ, സ്വന്തത്തെ മറന്ന് അയാളങ്ങോട്ട് അതിന് വേണ്ടി ഇൻവോൾവ് ആയി ലയിച്ച് പണിയെടുക്കും. വേറെ ടീം, ആ ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത് ഒരു 8 നടക്കുന്ന ക്യാരക്ടറാണ്. അവർക്ക് പൈസ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല, അവർക്ക് അവിടുത്തെ ഒരു ലീഡർഷിപ്പിലേക്ക് വരണം, അഥവാ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് അവർക്ക് എന്തുവാണ് റോളാണ്. അവരോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ചെയ്യണം. അപ്പൊ പല സംഗതികൾ ചിലപ്പോൾ അവർ ഇതിന്റെ സെക്രട്ടറിയോ പ്രസിഡന്റോ ലീഡർഷിപ്പോ ഒരു ഹെഡ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആക്കി കഴിഞ്ഞാൽ അവർ ഹാപ്പി ആവും. ഡിസിഷൻ മേക്കിംഗ് 8 നടന്ന ക്യാരക്ടർ. ഇനി വേറൊരു ടൈപ്പ് ഉണ്ട്, അത് അവരെങ്ങനെ വെച്ചാൽ ഇത് എല്ലാ ഏരിയയിലും ബാധകം കേട്ടോ. ഒരു ബിസിനസ് ഫേം മാത്രമല്ല, പൊളിറ്റിക്സിലാവട്ടെ, പിന്നെ അഥവാ ഓർഗനൈസേഷൻ പാർട്ടിലാവട്ടെ, ഫാമിലി സെക്ടറിലാവട്ടെ, ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലാവട്ടെ, എങ്ങനെയാണ് ഒരാൾ അവിടെ കിറ്റ് ചെയ്ത് പോകണമെന്നുള്ളത്. ഇപ്പൊ ഞാൻ ഫൈനാൻഷ്യലി മോട്ടിവേറ്റഡ് ആയിട്ട് 3ാമത്തെ ആളാണെങ്കിൽ എനിക്ക് ഫാമിലിയിലും അങ്ങനെ തന്നെയാണോ എന്റെ ഒരു അപ്രോച്ച് അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഒരു ഭാര്യ നോട്ടിക്കോളൂ, ആ ഭാര്യക്ക് പിന്നെ ഇയാൾ ഭയങ്കര സമ്പന്നനാണ്, ഹസ്ബൻഡ് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ അത് ചിന്തിക്കുക, എന്റെ എല്ലാം ഓക്കെ ആണല്ലോ, ഞാൻ എന്തിന് ഇയാളുടെ പ്രശ്നമാക്കണം. അപ്പൊ എല്ലാം കോംപ്രമൈസ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും ആ വൈഫ് തയ്യാറാകും. അവള് പ്രോഫിറ്റ് ആണ്, ടൂർ പോകുന്നുണ്ട്, അടിപൊളി വീട്, അതാ ചിന്തിക്കുക. ഇനി നമ്മൾ വേറെ ക്യാരക്ടർ വരും, അവർ ഇതിലെന്താവില്ല, അവരാണ് ഡിവോഴ്സിലേക്ക് പോവാ. 4 എന്ന് പറഞ്ഞ ക്യാരക്ടർ നോട്ടിക്കോളി. 4 കുറച്ചൊരു ആർട്ടിസ്റ്റ് മൈൻഡുള്ള ആളാണ്. അവർക്കൊരു സംഗീതാത്മകമായ ഒരു റൊമാൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സംഗതി ഫാമിലിയിൽ കിട്ടിയ എന്ത് പ്രോഫിറ്റ് ഉണ്ടായിട്ടും കാര്യമാണ് അവര് സാറ്റിസ്ഫൈഡ് ആയി. 7 എന്താ വേണ്ട വെച്ച് കഴിഞ്ഞാൽ ജോലി സ്ഥലത്തൊക്കെ വൈബുമാണ്. അയാൾ പൈസയല്ല നോക്കുക, റെക്കഗ്നേഷനോ അല്ല, ലീഡർഷിപ്പോ ഒന്നുമല്ല, രസമാണ്. അഥവാ സ്റ്റാഫുകൾക്കിടയിലുള്ള റിലേഷൻഷിപ്പ്, അടിച്ചുപൊളി, ടൂറ്, അവിടുത്തെ രസങ്ങളിലാണ് അയാള് ഒഴുകി നിൽക്കുക. അതില്ലെങ്കിൽ അയാൾക്ക് വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല, അയാൾ പറയും ഇവിടെ രസമാണ്. പിന്നെ ഒരു സാധനം ഞാൻ ജോലിയാക്കി കൊടുത്തു തന്നില്ല മദ്രസ അല്ലെങ്കിൽ ലാസ്റ്റത്തെ, അദ്ദേഹം പീസിന്റെ ആളാണ്, സമാധാനമാണ്. ഒരു സ്പിരിച്വൽ സീക്കറോ അല്ലെങ്കിൽ സ്പിരിച്വൽ ടെമ്പറമെന്റ് ഉള്ള ആളുകൾ, അവർക്ക് സമാധാനം, സ്ട്രെസ് ഉണ്ടാവാൻ പാടില്ല. കൂടുതൽ ഓവർലോഡായ സംഗതികളോ കാര്യങ്ങളോ അവർക്ക് ഒരു സമാധാന അന്തരീക്ഷമാണ്, ഇടങ്ങേറുണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അവരെന്തൊക്കെ അവിടെ ഹാപ്പി ആയിരിക്കും. നമ്മള് ഇതിൽ ഏത് ക്യാരക്ടറാ എന്ന് എങ്ങനെ അറിയാം? നമ്മളെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ മതി. സിറ്റുവേഷൻസ് ഓപ്ഷനൊന്നുമില്ല, സൈക്കോമെട്രിക് അസസ്മെന്റ് കുറെ ക്വസ്റ്റ്യൻസിലൂടെ ഒരാളെ എന്ത് ചെയ്യാം നമുക്ക് മനസ്സിലാക്കി. ടെസ്റ്റ് ഉണ്ടല്ലോ, അതിൽ അയാളെ പേഴ്സണാലിറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാൾ ആ രൂപത്തിലായിരിക്കും ഫാമിലിയിലും ആക്ട് ചെയ്യാം, ബിസിനസ്സിലും പൊളിറ്റിക്സിലും, അതുപോലെ ഈ ഏത് ഏരിയയിലും. അത് അറിഞ്ഞു കഴിഞ്ഞാൽ അയാളെ ഡീൽ ചെയ്യാനുള്ള നമുക്ക് നമ്മളെ ഡീൽ ചെയ്യാം. നമ്മളെ താഴെയുള്ള നമ്മളിപ്പോ ഒരു സ്ഥാപനം റൺ ചെയ്യുന്നവരാണെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകൾ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്നുള്ളതിന് കറക്റ്റ് ഐഡിയ നമുക്ക് കിട്ടും, അവരെ പിടിച്ചെടുക്കാൻ കഴിയും. ഇതാണ് ഈ ഒരു സംഗതിയുമായി. ഇന്റത് ഒരു 9+2 എനിക്ക് മനസ്സിലാക്കി. 9ഉം 7 അതുപോലെ 7 3 സാധനങ്ങളുണ്ട്. 9 ഉണ്ട്, 9 കുറച്ചുകൂടി, പിന്നെ 9 ഒരു പീസ് മേക്കറാണ്, പീസ് മേക്കറാണ്. പിന്നെ അതുപോലെ 7 ഉണ്ട്, 2 ഉണ്ട്. 7 ഒരു വൈബറാണ്. 2 പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെൽപ്പർ ഉണ്ട് തോന്നാം. റെസ്പെക്റ്റീവ് സ്ഥലത്ത് നമുക്ക് റെക്കഗ്നീഷൻ കിട്ടുന്നത്, റെക്കഗ്നീഷൻ പല 2 ബേസിക്കലി ഹെൽപ്പർ അല്ലേ, ഹെൽപ്പറാണ് അതിന്റെ പേര്. അയാൾ ഹെൽപ്പ് ചെയ്യണം എന്തിനാണെന്നറിയാം,
അയാൾക്ക് അംഗീകാരം കിട്ടണം. അയാളെ പരിഗണിക്കപ്പെടണം. ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും ഇടപെടും. എടാ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു സാധനം എനിക്ക് കിട്ടിയ തോന്നുന്നു നിങ്ങളുടെ സെന്റർ 9 നിങ്ങളുടെ 2 വിങ്സ് എന്തായിരിക്കും 7-2 ആയിരിക്കും.